വിഷ്ണു വ്യക്തമാക്കി. നമ്മൾ കൊച്ചിയിലേക്ക് പോകുമ്പോൾ കൊച്ചിയിൽ രേണുക രാജേന്ദ്രനുണ്ട്. രേണുക, തിരുവനന്തപുരത്ത് നിലവിൽ കുഴപ്പങ്ങളൊന്നുമില്ല, സമരം അത്ര സംഘർഷാവസ്ഥയൊന്നുമില്ല, സമാധാനപരമായ രീതിയിൽ സമരമാണ് നടക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത്. വിഷ്ണു സൂചിപ്പിച്ചതിൽ നിന്നും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണ്. അതോടൊപ്പം തന്നെ കൃത്യമായി ബദൽ തൊഴിലാളികളെ വെച്ച് ഈ ഒരു KSRTC സർവീസുകൾ മികച്ച രീതിയിൽ നടക്കുന്നുമുണ്ട്. കൊച്ചിയിൽ എങ്ങനെയാണ്? കാളിദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ബദൽ തൊഴിലാളികൾ ഉള്ളതുകൊണ്ട് വൈറ്റില ഹബ്ബിലും നിലവിൽ യാതൊരു പ്രതിസന്ധിയും ഉണ്ടായിട്ടില്ല. യാത്രക്കാർക്ക് കൃത്യമായി പോകാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് സർവീസുകൾ ഇവിടെ ഉള്ളത്. നിലവിൽ നോക്കുകയാണെങ്കിൽ വൈറ്റില ഹബ്ബിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. TDFന്റെ ഒരു പ്രതിഷേധം, പ്രതിപക്ഷ യൂണിയന്റെ ഒരു പ്രതിഷേധമാണുള്ളത്. കൃത്യമായി ശമ്പളം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ കൃത്യമായി അവർക്ക് പെൻഷൻ തുക ലഭിക്കുന്നില്ല തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇപ്പോൾ ഒരു പ്രതിപക്ഷ തൊഴിലാളി യൂണിയനായ TDFന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ജീവനക്കാർ പണിമുടക്ക് ഇവിടെ നടത്തുന്നത്. അതിൽ 12 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ ഈ പണിമുടക്ക് നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് എന്ന് വേണം. അതിന് ബദലായി തന്നെ സംസ്ഥാന സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡയസ്നോൺ എന്ന് വെച്ചാൽ ഈ പണിമുടക്കുന്ന തൊഴിലാളികളുടെ ഒരു ദിവസത്തെ വേതനം കട്ടാവും, അല്ലെങ്കിൽ ഒരു ദിവസത്തെ വേതനം അവർക്ക് ലഭിക്കില്ല. അപ്പൊ കൃത്യമായി ഡയസ്നോണും പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാർ. അതോടൊപ്പം തന്നെ ബദലിനായി ചില താൽക്കാലിക ജീവനക്കാരെയും സർക്കാർ KSRTCയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. നിലവിൽ ഇപ്പോൾ വൈറ്റില ഹബ്ബിൽ നിലവിൽ യാതൊരു പ്രതിസന്ധിയുമില്ല. കൂടുതൽ കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ വൈറ്റില ഹബ്ബിൽ നിരന്തരമായി ഒരു ബസ് സർവീസ് നടത്തുന്നതാണ്. ഇവിടെ എത്തുന്നവർക്കും ഒരു പ്രതിസന്ധിയൊന്നും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ വൈറ്റില ഹബ്ബിലുള്ള ഒരു ഓഫീസറുണ്ട്. സാർ, ഇവിടെ എങ്ങനെയുണ്ട്? നിലവിലെ സാഹചര്യത്തിൽ എല്ലാ വണ്ടികളും വന്ന് പോകുന്നുണ്ട്. യാത്രക്കാരുടെ കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളായിട്ടൊന്നുമില്ല. സ്ഥിരമായിട്ടുള്ള സർവീസുകളല്ല, സ്ഥിരമായിട്ടുള്ള സർവീസും വന്ന് പോകുന്നുണ്ട്. എത്ര സർവീസ് ഏകദേശം നടന്നു കാണും? ഇത് ഡീറ്റെയിൽസ് കറക്റ്റാണ് നമ്മൾ ഡിപ്പോയിൽ അറിയാൻ പറ്റത്തുള്ളൂ. എങ്കിലും ഇവിടുത്തെ സ്ഥിതിക്ക് എല്ലാ വണ്ടികളും കറക്റ്റായിട്ട് വന്ന് പാസ് ചെയ്ത് പോകുന്നുണ്ട്. നിലവിൽ ഈ പണിമുടക്കിന്റെ ഒരു പ്രതിസന്ധി ഇല്ല? ഒന്നുമില്ല, ഒരു പ്രശ്നം ഉണ്ടായില്ല. ശമ്പളമൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്? ശമ്പളം കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല, എല്ലാം വണ്ടികൾ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് കറക്റ്റായിട്ട്. ഈ TDFന്റെ ആവശ്യം ഉന്നയിച്ചത് അവർ കറക്റ്റായിട്ട് തന്നെ അതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽസ് പറയാൻ അറിയത്തില്ല. ഞാൻ സാധാരണ ജോലിക്കാരനാണ്. സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ, അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാരാണെങ്കിലും അവർക്ക് സുരക്ഷിതത്വമില്ല, അല്ലെങ്കിൽ അവർക്ക് കൃത്യമായ രീതിയിൽ വേതനം കിട്ടുന്നില്ല, 1-ാം തീയതി വേതനം കിട്ടുന്നില്ല എന്നൊരു ആവശ്യങ്ങളൊക്കെ തന്നെയാണ് TDFന്റെ നേതൃത്വത്തിൽ നിന്നും ഉന്നയിച്ചിരിക്കുന്നത് വേണം മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ ശമ്പളവും പെൻഷനും ഒന്നും കൃത്യമായ രീതിയിൽ ഇവർക്ക് ലഭിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫെബ്രുവരി 3-ന് ആരംഭിച്ച ഈ അർദ്ധരാത്രിയോട് ആരംഭിച്ച പണിമുടക്ക് ഇന്ന് രാത്രി വരെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. കാരണം പെൻഷൻ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ശമ്പളം ലഭിക്കാതെ തങ്ങളിങ്ങനെ 24 മണിക്കൂർ അല്ലെങ്കിൽ ഷിഫ്റ്റ് ബേസ്ഡ് ആണെങ്കിലും ഇവർ വണ്ടി ഓടിക്കുമ്പോൾ ഇവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഇതിൽ പരിഗണിക്കപ്പെടുന്നില്ല എന്ന് പ്രതിപക്ഷ യൂണിയന്റെ നേതൃത്വത്തിലുള്ള TDF പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി സർക്കാർ ഉള്ള കാലത്ത് കൃത്യമായ രീതിയിൽ തന്നെ വേതനം ഇവർക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പിണറായി സർക്കാരിന്റെ കാലത്ത് കൃത്യമായ രീതിയിൽ വേതനം ലഭിക്കുന്നില്ല എന്നൊരു ആവശ്യം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ യാത്രക്കാരും ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായ രീതിയിലൊരു സർവീസുകൾ നടക്കുന്നുണ്ട് തന്നെയാണ് പറയുന്നത്. ഇവർ ഉന്നയിച്ച ഈ 12 ആവശ്യങ്ങൾ നോക്കുകയാണെങ്കിൽ TDF കുടിശ്ശിക പൂർണ്ണമായും അനുവദിക്കുക, അതോടൊപ്പം തന്നെ ദേശസാൽകൃത റൂട്ടുകൾ സ്വയംവൽക്കരണം ചെയ്യുക, അതോടൊപ്പം തന്നെ ശമ്പള പരിഷ്കരണ കരാറ് സർക്കാർ ഉത്തരവിറക്കുക, കാലാവധി കഴിഞ്ഞ ഹിതപരിശോധന നടത്തുക, ഡ്രൈവർമാരുടെ സ്പെഷ്യൽ അലവൻസ് കൃത്യമായി നടപ്പാക്കുക, പുതിയ ബസ്സുകൾ ഇറക്കുക, മെക്കാനിക്കൽ വിഭാഗത്തിനെതിരെയുള്ള പീഡനം അവസാനിപ്പിക്കുക, സ്വിഫ്റ്റ് കമ്പനികൾ KSRTCയുമായി ലഭിക്കുക, കാറ്റഗറി വ്യത്യാസമില്ലാതെ ഡ്യൂട്ടി സറണ്ടർ അനുവദിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ തന്നെയാണ് ഈ TDFന്റെ നേതൃത്വത്തിലുള്ള 12 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പണിമുടക്ക് നടത്തുന്നത്. 329 കോടി രൂപയാണ് സർക്കാരിന് നൽകാനുള്ള അരിയേഴ്സ് എന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ സ്വിഫ്റ്റിന്റെയും KSRTCയും അഴിമതി, വിജിലൻസ് അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഒരു 12 ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ്. ഇതിൽ പ്രധാനമായും അവർക്ക് ശമ്പളവും പെൻഷനും
കൃത്യമായി ലഭിക്കുക എന്നൊരു ഇതും കൂടെ പറയുന്നുണ്ട്. ഇപ്പോൾ യാത്രക്കാരുടെ എണ്ണത്തിൽ ചില കുറവുകൾ അല്ലെങ്കിൽ യാത്രക്കാരുടെ തിരക്കിച്ചിരി കുറവുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ പ്രതിസന്ധിയില്ല. നിലവിൽ ഈ ഒരു വൈറ്റില ഹബ്ബിൽ യാത്രയ്ക്ക് യാതൊരു തടസ്സവുമില്ല. അതോടൊപ്പം തന്നെ പബ്ലിക് പ്രൈവറ്റ് ബസ്സുകളും ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് യാതൊരു പ്രതിസന്ധിയും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. കൃത്യമായി ഈ ഒരു പണിമുടക്ക് മനസ്സിലാക്കിയ സർക്കാർ ഒരു ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടും ചില പ്രവർത്തകർ, ഒരു 9% പ്രവർത്തകരാണ് ഇപ്പോൾ ഈ പണിമുടക്കിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അവർക്ക് കൃത്യമായി ഒരു ശമ്പളം ലഭിക്കുക, അതോടൊപ്പം തന്നെ പെൻഷൻ അവർക്ക് കൃത്യമായി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വരുന്നത്. 24 മണിക്കൂറായിട്ടാണ് ആ പണിമുടക്ക് ഇവർ തുടങ്ങിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബദലിനായി ഇവർ ഇപ്പോൾ ഒരു സംസ്ഥാന സർക്കാർ ബദലിനായി ചില താൽക്കാലിക തൊഴിലാളികളെയും അതോടൊപ്പം തന്നെ കരാർ ജീവനക്കാരെയും ഏറ്റെടുത്തിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ പ്രതിസന്ധിയില്ലാതെ കൃത്യമായ രീതിയിൽ ഇപ്പോൾ വൈറ്റില ഹബ്ബിൽ സർവീസുകൾ, KSRTCയുടെ സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട്. കാളിദാസ്, അതോടൊപ്പം തന്നെ ഈ ഒരു സമരം ഉണ്ടാകുമെന്നുള്ളത് നേരത്തെ തന്നെ നമ്മളും അടക്കം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ അറിയിച്ചിരുന്നു. ഇത്തരത്തിലുള്ള ഒരു സമരം ഉണ്ടാകും, KSRTCയുടെ ഒരു പണിമുടക്കുണ്ടാകും. ഇന്ന് അർദ്ധരാത്രി മുതൽ ഇന്ന് അർദ്ധരാത്രി വരെ അത്തരത്തിലൊരു സമരമുണ്ടാകും. ആ യാത്രികരെല്ലാം തന്നെ, ഇല്ലെങ്കിൽ KSRTC ആശ്രയിച്ച് ജീവിക്കുന്ന യാത്രികരെല്ലാം തന്നെ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടാകും, ഇങ്ങനെ ഒരു പണിമുടക്കുണ്ടാകും. ആ ഒരു ആശങ്ക, അല്ലെങ്കിൽ നാളെ ഇപ്പോൾ സ്ഥിരമായി KSRTC ആശ്രയിച്ച് സഞ്ചരിക്കുന്ന യാത്രികർക്കും അത്തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് യാത്രക്കാരുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത്? യാത്രക്കാരോട് ചോദിച്ചതിൽ നിന്നും മനസ്സിലാക്കുന്നത് അത് തന്നെയാണ്. എങ്ങനെയുണ്ടായിരുന്നു, അതായത് നിങ്ങൾ ഇത് അറിഞ്ഞിരുന്നു ഈ പണിമുടക്ക് എന്നുള്ളൊരു കാര്യം? ചേച്ചി, പണിമുടക്കിന്റെ കാര്യം അറിഞ്ഞായിരുന്നോ? അറിഞ്ഞു. എത്ര നേരം ഇവിടെ? 10 മിനിറ്റ്. എങ്ങോട്ട് പോകാനാ? കോലഞ്ചേരി. ബസ് സർവീസ് എങ്ങനെയുണ്ട് പണിമുടക്കായിട്ട്? കാണുന്നില്ലല്ലോ ബസ്സിന്. കൃത്യമായ രീതിയിൽ ബസ് സർവീസ് ഇല്ലെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ സ്റ്റേഷൻ മാസ്റ്റർ അടക്കമുള്ളവർ പറയുന്നത് കൃത്യമായ രീതിയിൽ ബസ് സർവീസ് ഉണ്ടെന്നാണ്. നിലവിലെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വൈറ്റില ഹബ്ബിൽ ചില സർവീസുകൾ നിലച്ച നിലയിലും കാണുന്നുണ്ട്. യാത്രക്കാർ അല്ലെങ്കിൽ താൽക്കാലിക കരാർക്കാരെ ഏറ്റെടുത്താൽ പോലും ചില സർവീസുകൾ ഇത്തരം ഒഴിഞ്ഞ ഒരു സാഹചര്യം നിലവിൽ ഉണ്ടായിട്ടുള്ളതായി എൻ്റെ ഒരു ശ്രദ്ധയിലും പെട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ചില സർവീസുകൾക്കുണ്ടായ ഒരിതുണ്ട്, അത് വീഴ്ചയാണെന്ന് തന്നെ കരുതാം. അതോടൊപ്പം തന്നെ വൈറ്റില ഹബ്ബിനെ സംബന്ധിച്ചോളം പ്രൈവറ്റ് ബസ്സുകളും കൂടുതലായതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് നിലവിൽ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് കടക്കാത്ത രീതിയിൽ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ മറ്റു ചില സർവീസുകളും ഉണ്ട്. അപ്പം വ്യത്യസ്തതരം രണ്ട് അഭിപ്രായങ്ങളാണ് യാത്രക്കാരും പറയുന്നത്. ചിലവർക്ക് പ്രതിസന്ധിയില്ല, എന്നാൽ ചിലരിലേക്ക് ഈ പ്രതിസന്ധി ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. കാളിദാസ്, രേണുക, താൽക്കാലിക ജീവനക്കാരെ ഉപയോഗിച്ചാണ് ഇന്നിപ്പോൾ ഈ ഒരു പണിമുടക്ക് ദിവസത്തിൽ ഈ സർവീസ് നടത്തുന്നതെന്ന് നേരത്തെ അധികൃതർ അടക്കം പറഞ്ഞു. നമുക്ക് അത്തരത്തിലുള്ള ഒരു താൽക്കാലിക ജീവനക്കാരൻ്റെ പ്രതികരണം കൂടി നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ അവരെങ്ങനെയാണ് ഇതിനെ കാണുന്നത്? കാരണം ബാക്കിയുള്ളവർ ഇപ്പോൾ പണിമുടക്ക് പോയപ്പോൾ ഈ ഒരു ദിവസത്തേക്കാണ് ഈ ഒരു താൽക്കാലിക ജീവനക്കാർ വീണ്ടും അങ്ങോട്ട് എത്തിയിട്ടുള്ളത്. അത്തരത്തിലുള്ള താൽക്കാലിക ജീവനക്കാരെ അവിടുന്ന് രേണുവയ്ക്ക് കാണാൻ സാധിച്ചോ? അവരെന്തായാലും ഇപ്പോൾ സർവീസിലായിരിക്കും, അല്ലെങ്കിൽ ചിലരെങ്കിലും ആ ഒരു ഭാഗത്തുണ്ടാവും. അവരുടെയൊക്കെ പ്രതികരണങ്ങളും കൂടി നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. എങ്ങനെയായിരിക്കും അവരുടെ കാഴ്ചപ്പാടിൽ ഈ ഒരു സമരം, അല്ലെങ്കിൽ ഈ ഒരു സമര ദിവസം എന്നുള്ളത്? നിലവിൽ ഇപ്പോൾ KSRTC സ്റ്റാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരൊറ്റ KSRTC മാത്രമാണ് അവിടെ. നിലവിലിപ്പോൾ KSRTC സ്റ്റാൻഡിൽ നോക്കുകയാണെങ്കിൽ നിലവിൽ ഒരൊറ്റ KSRTC മാത്രമാണ് അവിടെ കാണാൻ കഴിയുന്നത്. ബാക്കി പ്രൈവറ്റ് ബസ്സുകളാണുള്ളത്. മറ്റു പല മൂവാറ്റുപുഴയിലേക്കും തൊടുപുഴയിലേക്കും പത്തനംതിട്ടയിലേക്കും പോകാൻ അടക്കമുള്ള ബസ്സുകൾ ഇനി വരേണ്ടതുണ്ട്. ചില പ്രതിസന്ധി ഇവിടെ നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞതിലുപരി ജനങ്ങളിലേക്ക് ചോദിക്കുമ്പോഴും യാത്രക്കാരിലേക്ക് ചോദിക്കുമ്പോഴും ചില സർവീസുകൾക്ക് ക്ഷാമമുള്ളതായി കാണുന്നുണ്ട്. നിലവിൽ താൽക്കാലിക കരാറിലെടുത്ത KSRTC ഡ്രൈവർമാരെ ഇവിടെ കാണാൻ കഴിയുന്നില്ല. ഒരു സർവീസും ഇപ്പോൾ അടുത്ത ആലപ്പുഴയിലേക്ക് പോകാനുള്ളൊരു ബസ് കൂടെ മാത്രമാണ് നിലവിലൂടെ എത്തിയിട്ടുള്ളത്. കാളിദാസ്, അപ്പം ചില സാഹചര്യങ്ങൾ ഉള്ളതിനാൽ കരാർ തൊഴിലാളികളുടെ ഒരു പ്രതികരണം നമുക്കിപ്പോൾ ലഭിക്കുന്നതല്ല. തീർച്ചയായും അത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ നമുക്കത് സാധ്യമല്ല. താൽക്കാലിക ജീവനക്കാരടക്കം അവർ പണിയിൽ വ്യാപൃതരായിരിക്കും. അതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്കിനി വരും മണിക്കൂറുകളിൽ എന്തായാലും ലഭിക്കും. തിരുവനന്തപുരത്തു നിന്നും വിഷ്ണു കരുണാകരനും കൊച്ചിയിൽ നിന്ന് രേണുക രാജേന്ദ്രനുമാണ് വിവരങ്ങൾ നൽകിയത്.